തെളുതേളെ പൂമാന പന്തലിലല്ലോ ഓ ഓ അണിയാണി അണിയാലേ ഉഴുതുമാറിച്ചേ മണ്ണീനെ മാറോടു ചേർത്തു പീഡിച്ചേ അന്യരില്ലാത്തോരു കൂടും ചേങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വികാസത്തിന് കാരണമായ കുടുംബം, സൗഹൃദങ്ങള്, ചന്ദ്രേട്ടന്റെ വിദ്യാഭ്യാസം. അല്ല, എല്ലാവർക്കും താല്പര്യമാണ്. ഞങ്ങളുടെ ഒരു കലാകുടുംബാണെന്നൊക്കെ പറയാം. എൻ്റെ അനിയനെ അറിയാമല്ലോ, കാർത്തിക് ചിത്രം വരയ്ക്കുന്ന ആളാണ്, നന്നായി പാടും. അവൻ പെങ്ങന്മാരൊക്കെ പാടിയിരുന്നു, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പാടിയിരുന്നു. അനിയത്തിമാരും ചേച്ചിയും ചേട്ടനൊക്കെ ഈ സ്കൂൾ യുവജനോത്സവങ്ങളൊക്കെ പാടിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കലേനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ എൻ്റെ കവിത ആദ്യം വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കരയണതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അച്ഛൻ കലാകാരന്മാരെ കുറിച്ചിട്ട് ഒരു പേടിയുണ്ടാവും എല്ലാവർക്കും. ഇവരാരാവും, ഒരു ജീവിതം എങ്ങനെയാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് അച്ഛനൊക്കെ കുറച്ച് എൻ്റെ വർക്കുകൾ കാണാനൊക്കെ, കവിത കേൾക്കാനും പുസ്തകങ്ങൾ ഇറങ്ങിയതൊക്കെ കാണാൻ, ആദ്യത്തെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവർ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ അധികം പഠിച്ചിട്ടില്ല, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. അന്നത്തെ ഒരു അവസ്ഥ. ഫസ്റ്റ് വരെ ഞാൻ സ്കൂളിൽ പോയിരുന്നത് നാടകം, കുറച്ച് രാഷ്ട്രീയം. 5ാം ക്ലാസ് തൊട്ടൊരു 8ാം ക്ലാസ് വരെ തന്നെ ഞാൻ ക്ലാസ്സിൽ ലീഡറായിരുന്നു. ആ സമയത്ത് ലീഡർ, പഠിപ്പിൻ്റെ ലീഡറല്ല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കവിതകഥന കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെ ചിത്രകല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഉള്ള ആൾക്കാരെയൊക്കെ ചെറുപ്പം തൊട്ട് എനിക്ക് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ ശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്ക് അവരെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഉള്ളത്. അല്ല, അവരിലൊക്കെ പലരും ആ രീതിയിലൊക്കെ ആയപ്പെടുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായില്ല. കുഞ്ഞുണ്ണി മാഷും കുട്ടികളും കൂടിക്കുന്നിക്കുരുവിനെ കാണാൻ പോയി, കുന്നായ കുന്നൊക്കെ കേറിയിറങ്ങുന്നു, കാടായ കാടെല്ലാം തേടിയലയുന്നു, നാടും നഗരവും മേടും പടർപ്പുകൾ തോടും ചുരങ്ങളും, ആന കേറാമല ആളുകേറാമല ആകെ അരിച്ചു പെറുക്കിയെന്നാകിലും കുന്നിക്കുരുവിനെ കണ്ടതില്ല. ഈ കുഞ്ഞുണ്ണി മാഷനെ കുറിച്ചിട്ട് ചിലത് കേട്ടിട്ടുണ്ട്. ചന്ദ്രേട്ടനാണെങ്കിലും കുഞ്ഞുണ്ണി മാഷാണെച്ചെങ്കിലും വളരെ അഭേദ്യമായ ബന്ധാണെന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിനായിട്ടുള്ള ആ നാളെന്തെങ്കിലും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുമോ? അതിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയൊക്കെ വായിച്ച് ഇതിനോട് കവിതയോട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ചെറുപ്പം ശരിക്കും പഴം ചൊല്ലുകളുടെ, കടങ്കഥകളുടെ ഒക്കെ ഒരു വലുപ്പമാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് വളരെ വലുതുമാണ്. ശരിക്കും കാലത്തിന്റെ ഒരു കവിയായിരുന്നു അന്നത്തെ. അപ്പൊ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ തന്നെ ആകർഷണമായിട്ട്, അദ്ദേഹം അന്ന് കോഴിക്കോടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി രാമകൃഷ്ണാശ്രമം സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അവിടെ തുടങ്ങിയൊരു ബന്ധമാണ്. പിന്നെ മാഷ് ജോലിയൊക്കെ കഴിഞ്ഞ് പലപ്പാട് വീട്ടിൽ വന്നപ്പോ പിന്നെ ഞങ്ങള് പല പരിപാടികൾക്കും പങ്കെടുക്കാൻ പോയി. എനിക്ക് ആളോടുള്ളൊരു ഇഷ്ടം, ഞാൻ പറഞ്ഞില്ല, പഴമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും അതിന് ഒരു ആധുനിക രൂപം നൽകുന്നതിൽ അദ്ദേഹം ഭയങ്കര സമർത്ഥനായിരുന്നു ശരിക്കും. പിന്നെ ഒരുപാട് ആളുകൾ, ഇപ്പൊ മാതൃഭൂമിയിലൊക്കെ കുട്ടേട്ടനായിട്ട് ഒരുപാട് പുതിയ കവികളെ അദ്ദേഹം പരിചയപ്പെടുത്തുകയും അവരുടെ കവിതകളെ തിരുത്തി കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭാഷയുടെ കാര്യത്തില് കൃത്യമാണ്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ ഇതിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ കുഞ്ഞുണ്ണി, രാവുണ്ണി, മുല്ലനേഴി, ഈ ത്രയവുമായിട്ട് ചന്ദ്രേട്ടൻ ഭയങ്കര അടുപ്പായിരുന്നു, ഭയങ്കര കണക്ഷനായിരുന്നു. അതിൽ ഒരു പരിധി വരെ ചന്ദ്രേട്ടൻ്റെ ഈ കവിതാ മേഖലയിലേക്കുള്ള കടന്നുവരവിന് ഇവരുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഒരു കാരണമായിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമുണ്ട്? അല്ല, ഇതൊക്കെ വളരെ സത്യമാണ്. കാരണം ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേരളമേല് രാവണിയേട്ടൻ അന്ന് എഡിറ്ററായിരുന്നു. അപ്പൊ അവിടെ കവിയരങ്ങ് നടത്തി എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കവിതയൊക്കെ ചൊല്ലിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവമുണ്ട്. മുല്ലനേഴി മാഷ് എന്ന് പറഞ്ഞാൽ മാഷിന്റെ പാട്ടുകൾ, അന്നത്തെ ഗ്രാമീണ ഗാനങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു. അത് ഗ്രാമീണ ഗാനങ്ങളും അതിന്റെ താളവും വിദ്യാരംഭാഷണം അത് ചെയ്തിട്ടുള്ള അതൊക്കെ കേട്ട്
അന്ന് കാസറ്റിൽ കേട്ടപ്പോൾ തന്നെ മാഷ ഒരു ആരാധകനായിട്ട് മാറി നമ്മള്. ആ, ആ. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കവിയരങ്ങളിൽ ഞങ്ങൾ ഏങ്ങണ്ടൂർ ഒരാളെ കൊണ്ടുവന്നു. പിന്നെ എന്നെ ആദ്യം പോയിട്ട് തൃശ്ശൂർ ഞാൻ കാണിയായിട്ടിരിക്കുന്ന സമയത്ത് മാഷ് ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുന്നു. ആ. എന്നോട് കവിത വായിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ അവിടെ ആ സ്റ്റേജിൽ ആളെ അധ്യക്ഷനായിരുന്നു. ആ. ഒരു വലിയ പരിപാടിയായിരുന്നു അത്. അപ്പൊ എന്നെ കൊണ്ട് സംസാരം കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെയാണോ എന്ന് വിചാരിച്ചു. എങ്ങനെയോ പറഞ്ഞിട്ട് ആൾ വിളിച്ച് എന്നെ കൊണ്ട് ഒരു കവിത ഏൽപ്പിച്ചു. എനിക്ക് നല്ല കൈയ്യടിയും കിട്ടി. അന്ന് സകല സ്ഥലത്തും കവിയരങ്ങളുള്ളതാണ്. ആ, ആ. അപ്പൊ അവരിങ്ങനെ എന്നെ കുറെ ആൾക്കാരെ അപ്പൊ തന്നെ അവിടെ ബുക്ക് ചെയ്ത് ഇതൊക്കെ പറയുവാണെങ്കിൽ അന്ന് അങ്ങനെ കവിയരങ്ങ് ഉണ്ടായിരുന്ന ഒരു കാലമാണ്. പിന്നെ അതല്ല മാഷിന്റെ തന്നെ ഏത് മേഖലകളുള്ള പാട്ട്, സിനിമ പാട്ടായാലും ഇപ്പൊ കറുകറുത്തൊരു പെണ്ണാണ് ആ പാട്ടൊക്കെ ഇപ്പോഴും അതിന്റെ സാധ്യതകളുള്ള നോവൽപ്പഴങ്ങളുടെ ആ പാട്ടൊക്കെ എല്ലാ നിലയിലും മാഷ് അതെ. ചന്ദ്രേട്ട, ഈ നാട്ടിലത്തെ ഈ സൗഹൃദങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കവിതകളും നാടൻ പാട്ടുകളും ഒക്കെ എഴുതി തുടങ്ങിയതിന് ശേഷം സിനിമ രംഗത്തേക്ക് പാട്ടെഴുത്തുമായിട്ട് വന്നല്ലോ. ഇപ്പൊ ഏകദേശം എത്ര സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ടാവും ചന്ദ്രേട്ട? ഏതാണ്ട് ഒരു 140ഓളം പടത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. കുറച്ച് സിനിമകൾ വരാനുണ്ട്. പണി കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള സിനിമകൾ വരാനുണ്ട്. കുറച്ചുകൂടി വരാനുണ്ട്. അപ്പൊ ചന്ദ്രേട്ട, ഈ സിനിമ പാട്ട് ഒക്കെ എഴുതി തുടങ്ങി വന്നിട്ട് ആ സിനിമാ ഗാനശാഖയിലേക്കൊക്കെ വന്ന് ഒരു ചന്ദ്രേട്ടൻ്റെ പാട്ടുകളുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറുന്നത് എനിക്കെൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് നായകനായിട്ട് ദീപക് ദേഗ് മറ്റേ സംഗീത സംവിധാനം നിർവഹിച്ച ഉറുമി എന്ന സിനിമ, സന്തോഷ് ശിവൻ സാർ, ആ സിനിമയിലത്തെ നമ്മുടെ ആരാണേ എന്ന് പറയുന്ന പാട്ടാണ് സൂപ്പർ ഹിറ്റിൽ ഇടം പിടിച്ചത്. ആ പാട്ട് ഇപ്പൊ അതിന്റെ വരികളും ആ പാട്ടിനൊക്കെ ഒന്ന് ഏകദേശം ഓർമ്മ ചന്ദ്രേട്ടന്റെ മനസ്സിലുണ്ടാ? ഉണ്ട്. അതൊരു 3 പാട്ടുണ്ടായിരുന്നു എന്റെ. ഒന്ന് ആരാന്ന ആ പാട്ട്. പിന്നെ വടക്ക് കൊട്ടാണ് അത് പൃഥ്വിരാജ് തന്നെയാണ് പാടിയിട്ടുള്ളത്. അതുപോലെ തെളുതിളപ്പ് മാന പന്തലില്. അപ്പൊ ഈ പാട്ടുകളും നല്ലൊരു അവസരമാണ് അത്. കാരണം എനിക്ക് ഭയങ്കര അധികാരം കിട്ടിയിട്ടുള്ളത്, പാട്ടുകൾ അധികാരം കിട്ടിയിട്ടുള്ള സിനിമയും കൂടിയിട്ടാണ്. ദീപക് ദേവായാലും സന്തോഷ് ചേട്ടനായാലും സ്വതന്ത്രമായിട്ട് അതെ അവർക്ക് എന്നോട് എഴുതിക്കോളം പറഞ്ഞവര്. അങ്ങനെ പെട്ടെന്ന് എഴുതാനും പറ്റി. നമ്മുടെ ചില ഭാഷേനൊക്കെ ഉപയോഗിക്കാനും പറ്റിയത്, നട്ടു തനിമകളൊക്കെ ഉപയോഗിക്കാനും പറ്റിയത് ശരിക്കും. അപ്പൊ അതിലത്തെ ഒരു 2 വരികളൊന്ന് പാടാൻ? 2 വരിക്ക് പാടാം. ആരാന്ന ഒത്തുപിടിക്കണതാരാന്ന തീയാടാൻ തിറയാടാൻ മാണിക്കാവിലുറഞ്ഞാടാൻ ഓനാന്നേ കൂട്ടിന് വന്നത് ഓനാന്നേ വന്നോരും പോയോരും ചോര പൊടിച്ചൊരു മണ്ണന്ന് കതിരെല്ലാം കെട്ടാണ് പതിരല്ല പാറ്റാണ് നിറയട്ടെ തന്തിന് തിന്താരോ. അത് പാടിയിട്ടുള്ളത് ജോബ് കുര്യൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ അന്ന് തന്നെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു പാട്ടിന്റെ കാര്യത്തില്. അപ്പൊ ഞങ്ങൾ അന്ന് ഒരു 10 പാട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് അത് മനോരമ മ്യൂസിക് അത് ആൽബമായിട്ട് പുറത്തിറങ്ങിയിരുന്നതിൽ വേണിച്ചേട്ടൻ ഇവരൊക്കെ പാടി താളം എന്നായിരുന്നു അതിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഞങ്ങളുടെ ഒരു സൗഹൃദം ഉറുമിയിൽ ഒന്നുകൂടി പൂത്തു. പിന്നീട് ഞങ്ങൾ ഭാവം പദയാത്ര തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പിന്നെ ഞങ്ങൾ ചെയ്തു. ആൾക്കാർ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള, ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തു. ജോബ് കുര്യനെ അറിയാത്ത കുട്ടികളുണ്ടാവില്ല. ആ രീതിയിലേക്ക് അദ്ദേഹം വളരെയും ചെയ്തു. ഇപ്പോഴത്തെ ഈ പുതിയ റിലീസിന് തയ്യാറെടുക്കുന്നതും റിലീസുമായി വന്നിട്ടുള്ള പുതിയ സിനിമകളിലെ പുതിയ പാട്ടുകൾ, ചന്ദ്രേട്ടന്റെ പാട്ടുകൾ ഏതാണ് എന്നുള്ള വല്ല ഓർമ്മയുണ്ട്? ഇപ്പൊ ഒടുവ് വന്നിട്ടുള്ളത് ആന്നുള്ള സിനിമയാണ്. അതിൽ മുന്നേ ജാനെ അതുപോലെ കുറെ പടങ്ങൾ ഇപ്പൊ അടുത്ത് വന്നിരുന്നു. അതൊക്കെ ചെറിയ ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട് തിയേറ്ററിലൊക്കെ ചെറുതായിട്ട്. ദിലീഷ് പോത്തന്റെ പുതിയ പടം. അതെ പുതിയ പടം. അതിൽ ചന്ദ്രേട്ടന്റെ പാട്ടുണ്ട്. അതേതാണ് നമുക്ക് പറയാൻ? അത് കണ്ണത്താ ദൂരത്ത് കനവിന്റെ കനലുണ്ടേ നീരറ്റ ചോലയിലെങ്ങോ കനിവിന്റെ ഉറവുണ്ടേ ആരാരും കാണാത്തൊരു കാവന്ത. നാടൻ പാട്ട് രംഗത്ത് വളരെ സജീവമായിട്ട് ചന്ദ്രേട്ടനുണ്ട്. പക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റുപാടിയ ഒരു നാടൻ പാട്ടാണ് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം കുഞ്ഞിപ്പെണ്ണെ എന്ന് പറയുന്ന ആ പാട്ട്. ആ പാട്ട് വന്ന വഴിയെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞാലോ? ആ പാട്ട് ഉണ്ടാക്കിയത് ബോധപൂർവ്വം ഉണ്ടാക്കിയുള്ള പാട്ടാണ്. കാരണം നിന്നെക്കാണാൻ എന്നെക്കാണെന്നുള്ള ആദ്യത്തെ 2 വരികള് അത് പഴയ ഒരു പാട്ടിലുള്ളതാണ്. എനിക്ക് ആരോ പാടി കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അസാമത്തേക്ക് ഒരു പാട്ട് വേണം. അവരുടെ
കുട്ടികൾക്ക് പാടാൻ വേണ്ടിയിരുന്നു. അവരുടേതായിട്ടുള്ള ഒരു പാട്ട് വേണം എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടന്ന് അതിന്റെ ബാക്കി എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനത് എഴുതി ഉണ്ടാക്കിയാണ് ശരിക്കും. നമ്മുടെ അത് ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ അത് എന്റെ പേര് വെക്കണം എന്നുള്ളതല്ല എന്റെ ആവശ്യം. അത് അവർക്കൊരു പാട്ടുണ്ടാവണം എന്നുള്ളതാണ്. കാരണം അവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. പക്ഷെ അവരാരും വിവാഹം കഴിഞ്ഞില്ല. 24 വയസ്സായ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ഇതേ ഈ ആശയം വെച്ചിട്ട് തന്നെ എഴുതിയത്. അങ്ങനെയാണ് ആ പാട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പാടി. അന്ന് സതീഷും ഇവരൊക്കെ അത് സംഗീതം പാടി. പിന്നീട് പ്രസീത പാടി. പ്രസീതയ്ക്ക് ഒരുപാട് സ്റ്റേജുകൾ കിട്ടാൻ തന്നെ ഈ പാട്ട് കാരണമായിട്ട്. ചാലക്കുടി ഫേമസ് ആകുന്നത് തന്നെ ഈ പാട്ടിലൂടെയാണ്. ഇത് ഈ പാട്ടും അതിനൊരു അവളുടെ ശബ്ദം ഒക്കെ അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഒട്ടുമിക്ക കവികളായാലും പാട്ട് എഴുത്തുകാരായാലും സിനിമാ രംഗത്തേക്കൊക്കെ കയറി വന്ന് 1-2 അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത ശൈലിയിലും അവരുടെ നടത്തത്തിലുമൊക്കെ രൂപത്തിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ വർത്തമാനകാലത്ത് അവർ വന്ന കനൽ വഴികളൊക്കെ അവർ മറക്കുകയാണ്. ചന്ദ്രേട്ടനെ പോലെയുള്ള ഒരു കവി ഇനിയിപ്പോൾ എത്ര അവാർഡ് കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും കടന്നു വന്ന വഴികളും തന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ പ്രസ്ഥാനത്തെയും മറക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ മാത്രം നിന്ന് എല്ലാ പാർട്ടി പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം എനിക്ക് അവസരം തന്ന ആളുകൾ, എന്നെ കണ്ടെത്തിയ ആൾക്കാർ, എന്നോട് കവിത എഴുതാൻ പറഞ്ഞ ആൾക്കാർ, എന്നോട് സിനിമാ പാട്ട് എഴുതാൻ പറഞ്ഞ ആൾക്കാർ, ഇപ്പോൾ ഷൈജു അന്തിക്കാട് തൊട്ട് അതുപോലെ സുരേഷ് കൊച്ചമണി എന്ന് പറയുന്ന ഒരാളാണ് ഒരു സിനിമയിലേക്ക് പാട്ട് എഴുതണം എന്നൊക്കെ എന്നോട് ആദ്യം പറഞ്ഞത്. അങ്ങനെ തുടങ്ങി. പിന്നെ അത് ഷൈജുവിന് തുടങ്ങി. പിന്നെ സന്തോഷ് ശിവനിലെത്തി. കമൽ സാറ് ചെയ്തു. ഒരുപാട് വലിയ സംവിധായകരോടൊപ്പം പാട്ട് പാടാനൊക്കെ എനിക്ക് അവസരം. അവരൊന്നും ഇല്ലെങ്കിൽ എൻ്റെ സിനിമ ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഞാൻ മോഹിക്കുന്ന ഒരു സാധനം അവരുള്ളത് കൊണ്ടല്ല എനിക്കൊരു അവസരം കിട്ടിയത്, എൻ്റെ സുഹൃത്തുക്കളുള്ളത് കൊണ്ടല്ല. പിന്നെ അക്കാഡമിയിലൊക്കെ ഞാൻ ഒരുപാട് തവണ പോകുമ്പോൾ അവിടെ ഒരുപാട് സംവിധായകരുണ്ടാവാറുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള സ്നേഹബന്ധം അവർ എനിക്കൊരു പാട്ട് തരും. അപ്പോൾ അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനില്ലല്ലോ. പിന്നെ നമ്മുടെ ഒരു സ്നേഹമാണ് പാട്ടിനോടും കവിതയോടും ശില്പത്തിനോടും ചിത്രത്തിനോടൊക്കെ. അത് ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും, എന്നും ഉണ്ടാവും. അതൊക്കെ ചെയ്യണവരെ ഞാൻ ആരാധിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഒരുപാട് ആളുകളെ നമ്മൾ ആരാധിച്ചിരുന്നു. അവരൊക്കെ പിന്നെ നമ്മുടെ അടുത്ത ആൾക്കാരായി മാറി, ഹൃദയത്തിൻ്റെ അയൽക്കാരായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ പ്രത്യയശാസ്ത്ര ബോധം എന്നും അതുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ പത്രം വായിക്കുമ്പോഴേ ഒരു ഇടതുപക്ഷ ബോധം ഉണ്ടാക്കാൻ എൻ്റെ അച്ഛനും ഒരു അച്ഛൻ നല്ല ഭക്തനാണെങ്കിലും കൂടി ഭയങ്കരമായിട്ട് ഇടതുപക്ഷ ചായ്വുള്ള ആളാണ്. അയാൾ പാർട്ടിയിൽ കണ്ടെത്തിയ കാര്യം വിശ്വാസം കൂടി വേണ്ടതായിരുന്നു അച്ഛൻ പറയും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ആ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ എന്നുവെച്ചാൽ ആ വിശ്വാസത്തിന് ഭയങ്കര ഒരു പവർ ഉണ്ടായിരുന്നു. അന്നത്തെ വിശ്വാസത്തിന് എല്ലാ മതങ്ങളെ അംഗീകരിച്ചിരുന്നു. ഇപ്പം ഞാൻ അച്ഛനും കൂടി അച്ഛൻ്റെ പ്രായമായ കാലത്ത് അച്ഛനും കൊണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ ഈ സഖ്യാശ്രം അച്ഛൻ പോണ സമയത്തൊക്കെ. അപ്പോൾ അച്ഛൻ ഉപ്പം അവിടെ വണ്ടി നിർത്താൻ പറയും. എൻ്റെ എന്തെങ്കിലും കിട്ടിയ കാശ് എടുത്തിട്ട് അവിടെ വഴി വിടാൻ പറയും. ആ ഒരു ഒരുമയുണ്ടായിരുന്നു. എല്ലാവരും അന്യമതസ്ഥരോട് ഒന്നായിട്ട് കാണുന്നൊരു അവസ്ഥ. ഞാനെപ്പോഴും മുറുക്കി പിടിക്കുന്ന ഒരു സംഭവം മധ്യതരത്വം തന്നെയാണ്. അവിടെയാണ് മനുഷ്യനുണ്ടാവുള്ളൂ. വർഗീയത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭ്രാന്തായിട്ട് ഇവിടുന്ന് വരുന്ന തലമുറയെ നശിപ്പിക്കുകയും ചെയ്യും. എല്ലാ മതങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാ ജാതിയും എല്ലാ വർഗീയ കോമരങ്ങളും തുള്ളാതെ അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു ലോകം ഒരുക്കുമ്പോൾ എല്ലാവരും ഒന്നായിട്ട് കാണുന്നൊരു രാജ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയില്ലെങ്കിൽ അവിടെയാണ് ലോകാവസാനം എന്നൊക്കെ പറയുന്നത്. ഇതിന് മനുഷ്യരല്ല. ചന്ദ്രേട്ടൻ്റെ, അതായത് ഇപ്പം ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കവി ഇപ്പോൾ ഏങ്ങണ്ടിയൂരിൻ്റെ ഒരു നാട്ടും പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് വരികളൊക്കെ വളരെ ഹൃദ്യമായ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് പെട്ടെന്ന് നെഞ്ചിലേക്ക് കയറുന്ന വരികളും ആണ് ചന്ദ്രേട്ടൻ്റെ. അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ തലമുറയുടെ സ്വാധീനമൊക്കെ തോന്നുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചന്ദ്രേട്ടനെ ഈ കവികളുടെയും പാട്ടിൻ്റെയും ഇടയിലേക്ക് എത്തിച്ചതിൽ മുത്തശ്ശി ലക്ഷ്മി നാരായണൻ്റെ സ്വാധീനം വളരെ പ്രധാനമാണ് എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. മുത്തശ്ശിയെ എങ്ങനെയാണ് ചന്ദ്രേട്ടനെ ഈ പാട്ട് മേഖലയിലേക്ക് കൊണ്ടുവന്നത്? അത് മുത്തശ്ശിക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ അറിയായിരുന്നു, കടങ്കഥകൾ അറിയായിരുന്നു, അതുപോലെ നാടോടി പാട്ടുകൾ അറിയായിരുന്നു. ഇതൊക്കെ ഒഴിവിട്ടുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിളിച്ചിട്ട്, ഞങ്ങൾ 7 മക്കളാണ്, പലപ്പോഴും
4 ആളുകളൊക്കെ കേൾക്കാനുണ്ടാവും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹൃദയസ്ഥമായിട്ട് എനിക്ക് തോന്നി. അതല്ല, ഞാനത് എന്തായാലും അന്നത്തെ കാലത്തും ഇത് ചെറിയൊരു കാര്യം കേട്ടാൽ ഞാൻ മനസ്സിലത് കറക്റ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന് മുറ്റത്തായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഓണക്കളി പാട്ടുകൾ. തൊട്ടടുത്തുള്ള അനുഷ്ഠാന കലകളുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ തോറ്റംപാട്ട്, ഭഗവതിപ്പാട്ട് പോലെയുള്ള ഇത്, പിന്നെ അയ്യൂർ നാടകം പോലുള്ളത് ഞങ്ങളുടെ ഉത്സവങ്ങൾക്ക് ഒരു വർഷം വരും ചെയ്തു. എന്തോ എന്നറിയില്ല, ചെറുപ്പത്തിലൊക്കെ ഇത് കാണാനും ഇത് അന്വേഷിച്ച്, പിന്നീട് കുറച്ച് മുതിർന്നപ്പോൾ അത് അന്വേഷിച്ച് പോകാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടായി എനിക്ക്. അതിനുള്ള സ്നേഹം തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതുകൊണ്ട് എന്നെ വല്ലാതെ ആകർഷിക്കും. ഞാൻ ചിലപ്പോൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ശില്പം ഒരുപാട് നാളെ ശില്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്നേഹം, അതിനോടുള്ള അവസ്ഥയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. പാട്ട് എഴുതിയതും അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ. അപ്പൊ ചെറുപ്പം തൊട്ടാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഞങ്ങൾ ഗ്രാമത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആകെ വീട്ടിൽ കരയണ ഒരു കാര്യം, ഒരു നാടകം നടക്കേണ്ട അവിടേക്ക് പോകാൻ വേണ്ടി അച്ഛന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു കരച്ചിലാണ്. അപ്പൊ അച്ഛൻ പറയുന്ന പോവാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൊണ്ട് ടോർച്ചെടുത്തിട്ട് അന്ന് ഓരോ ഉത്സവപ്പറമ്പിലേക്ക് നാടകങ്ങൾ കാണാൻ, കഥാപ്രസംഗം കാണാൻ. പ്രത്യേകിച്ച് സാംബശിവനൊക്കെ, ഞാൻ ഒരു പരിധിവരെ സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ ഭാഗം പോലും ഞാൻ പഠിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. തന്നെയല്ല, അതൊക്കെ എന്നെ വളരെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കാനും ഇത്തരം കലകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാംബശിവനെ പോലെ ഒരാള് കഥ പറയുമ്പോ അത് ഏത് പക്ഷത്താണെന്നും അതിന്റെ ശരി ഏതാണെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ഷേക്സ്പിയറുടെയൊക്കെ ഇത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബംഗാളി സാഹിത്യ ബിമൽ മെത്രയുടെ ഒക്കെ പോലത്തെ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ അത് ഭയങ്കരമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വായിക്കാൻ കഴിയുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് നമുക്ക്. അപ്പൊ അതൊക്കെ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള, പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ചായ്വ് ഉണ്ടാക്കാനും കലയ്ക്ക് ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ട് എന്ന് എനിക്ക് അത് ചെറുപ്പം തൊട്ടേ ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൻപുറത്ത് ഒരുപാട് നന്മകൾ നമ്മൾ അറിയുമ്പോഴൊക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛമ്മയൊക്കെ പറയണ ഒരുപാട് കാര്യങ്ങൾ കഥകളില് ഒക്കെ തന്നെ ഇവരുണ്ട്. അച്ഛമ്മ നാരായണ ഗുരുവിനെ കണ്ടിട്ടുണ്ട്. കനോലി കനലിലൂടെ നാരായണ ഗുരു ഇങ്ങനെ പോകുന്നത് കണ്ട ഓർമ്മയുണ്ട് നമുക്ക്. അച്ഛമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഓർമ്മ, കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചരിത്രം അറിയാവുന്നൊരു, നമ്മൾ 4ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ മുന്നേ ഒരുപാട് നാട്ടു ചരിത്രങ്ങൾ, ഇതുപോലത്തെ പാട്ടുകൾ കേൾക്കാൻ അന്നത്തെ കാലത്ത് അവസരം ഉണ്ടായിരുന്നു നമുക്ക്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഒരുപാട് കടങ്കഥകൾ, പഴഞ്ചൊല്ല് ക്ലാസിക്കലാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ഈ കടങ്കഥകളും പഴഞ്ചൊല്ലുകളും ഒക്കെ എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതൊക്കെ എനിക്കൊരു ഊർജ്ജമാണ്. നമ്മൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് പാട്ട് കേൾക്കുന്നത് ചില പാടത്തായിരിക്കും. അമ്മമാര് ഞാൻ നടുമ്പോ വടക്കം പാട്ടുകൾ പാടും അല്ലേ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കുരുത്തോലയായതിൻ വർണ്ണം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നട്ടു ശീലില് പതിഞ്ഞ താളത്തില് ഞാറ്റുപാട്ടിന്റെ താളങ്ങൾ അങ്ങനെയായിരുന്നു. ഇതൊക്കെ നമുക്ക് വലിയ അറിയാതെ തന്നെ നമുക്ക് ഇഷ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു പിന്നീട് വന്ന പാട്ടുകളുടെ ഒരു കാര്യത്തിലുണ്ടായ എൻ്റെ ഒരു സന്തോഷവും എനിക്ക് തരുന്നൊരു അനുഭൂതിയൊക്കെ നാട്ടുപാട്ടുകളിൽ നിന്നാണ്. അവിടെ അല്ലാത്തൊരുപാട് പാട്ടുകൾ എഴുതുന്നത്. ഇപ്പൊ ആൽബത്തിൽ വരുന്ന പാട്ടുകളൊക്കെ തന്നെ പുതിയ രീതിയിൽ. അതന്നെ അവിയൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലാണ് ജോൺ പി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ പാട്ട്, അന്നത്തെ ഏറ്റവും പുത്തൻ പാട്ടുകൾ അതായിട്ട് ഒരു ബന്ധമുള്ള ആളായിരുന്നു. അപ്പൊ ആള് തിരുവനന്തപുരത്തുള്ള ടോണി, അങ്ങനെയുള്ള ആള് റെക്സ് വിജയൻ. എനിക്ക് ഒരുപാട് പാട്ടുകൾ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചാണ് റെക്സ് വിജയൻ. അപ്പൊ ആ പുത്തൻ പാട്ടായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇപ്പൊ ചാപ്പാക്കുരിശ്, സെക്കൻഡ് ഷോ, ശ്യാംപ്രസാദിന്റെ ഇംഗ്ലീഷ്, നമ്മുടെ അതുപോലെ നമ്മുടെ അനിൽ രാധാകൃഷ്ണ മേനോന്റെ 3-4 പടങ്ങളുണ്ട്. 24 നോർത്ത് ഘാതം, സപ്തമശ്രീ തസ്കര, അങ്ങനെയുള്ള കുറെ പടങ്ങളിൽ റെക്സ് വിജയനാണ് അത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ എന്നെ വിളിക്കാൻ കാരണമായത് ഈ തുടക്കം തന്നെയാണ്. അപ്പൊ അന്ന് അവർ ആദ്യം ചെയ്തൊരു ആൽബം നടന്നുള്ളതാണ്. കരിമാനത്താട്ടം കണ്ട് പീലി നിവർത്തിയതാര്, തുടികൊട്ടി മഴ പെയ്യുമ്പോ കുഴലൂതണതാര്, ആരാനായാലും അങ്ങെ കൊമ്പിലെ മയിലായാലും കുയിലായാലും നട 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 ഇങ്ങനെ പോണ പാട്ടുകളായിരുന്നു. അപ്പൊ അന്ന് ഞെട്ടി. അപ്പൊ ഞാനത് അങ്ങനെ ഒരു താളത്തിലല്ല എഴുതിയിട്ടുള്ളത്. എനിക്കൊരു സരി നാടൻ പാട്ടിന്റെ കരിമാനത്താട്ടങ്ങൾ അങ്ങനത്തെ ഒരു താളത്തിൽ എഴുതി. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയ മ്യൂസിക് കേട്ടപ്പോൾ അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു റാപ്പ് മ്യൂസിക്, റോക്ക് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആൾക്കാർ പറഞ്ഞു നടന്നിരുന്ന ഒരു പാട്ടും കൂടിയാണ് അത്. ആദ്യത്തെ എൻ്റെ ആണെന്നുള്ളൊരു അഭിമാനം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുണ്ടാവും, പാട്ടുണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം അങ്ങനെ ആരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതില് ഇപ്പൊ വേറെ ഒന്നും കൂടി ചന്ദ്രേട്ട, ഇപ്പൊ ഈ നമ്മുടെ സംസാരത്തില് ഇടയ്ക്ക് കയറി വന്നു ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ ഈ
ദൃശ്യശാസ്ത്ര രീതിയിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വിൽപ്പന നടത്തുന്ന ഒരു ബിസിനസ്സൊക്കെ ചന്ദ്രേട്ടൻ നടത്തിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ചന്ദ്രേട്ടനെ കുറിച്ചിട്ട് എന്താണ്? സത്യത്തിൽ അതിൽ ബിസിനസ് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫർണിച്ചറിന്റെ കടയുണ്ട്. ഒരു 10-15 ആൾക്കാരൊക്കെ വർക്ക് ചെയ്യണത് ഒരു കട ചെറുപ്പം തൊട്ട് എൻ്റെ ഓർമ്മയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മരങ്ങൾ വീഴുമ്പോൾ നമ്മൾക്ക് ശില്പം ഇഷ്ടമായതുകൊണ്ട് അതിൽ നമ്മൾ ശില്പം കണ്ടെത്തുക, അത് ചെറുത് എൻ്റെ ഇഷ്ടത്തിന്, അത് നമ്മളതൊന്നുമില്ല. അപ്പം ഞാനതിങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ എറണാകുളത്ത് ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പോയി. പുറത്ത് പോകാനുള്ള ഒരു താല്പര്യം കൊണ്ട് പോയതാണ്. അപ്പം എൻ്റെ കൈ മുറിച്ചു. അപ്പോൾ കുറേ നാൾ ഇരിക്കേണ്ടി വന്നു. അപ്പം ചെറിയ പണികൾ ചെയ്യാൻ പറ്റിയിരുന്നുള്ള സമയത്ത് അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ തടിക്കഷ്ണങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അത് ശില്പം ഇവിടെ നാട്ടിൽ അങ്ങനെ ആരും മേടിക്കൊന്നുമില്ലല്ലോ. അപ്പം ഞാനത് ടെലഫോൺ സ്റ്റാൻഡാക്കി മാറ്റി. അന്ന് ടെലഫോൺ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം പോലെ അത് കുറെ ആൾക്കാർ വാങ്ങിച്ചു. പിന്നെ ശില്പം എന്ന് പറയുന്നത് കടമനട്ടയ്ക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കിയൊരു ശില്പം കൊടുത്തിട്ടുണ്ട്. MA ബേബിന് അത് അന്ന് കൊടുത്തത്. അരിമ്പൂര് രാവണിയേട്ടൻ്റെ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതുപോലെ ഒരുപാട് വലിയ ആൾക്കാർക്കൊക്കെ ശില്പങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ ഓരോരുത്തർ കൊടുക്കുന്നതാണത്. ഞാൻ നേരിട്ട് കൊടുക്കുന്നതല്ല, എന്നോട് ഓർഡർ ചെയ്യും. ഈ പല കമ്മിറ്റിക്കാര് അതിന് വേണ്ടിയിട്ട് ശില്പങ്ങളാണ് ഒരുപാട് ആൾക്കാർക്ക്, വലിയ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കടമനട്ടയ്ക്ക് ഓർമ്മ ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ ഞാനൊരു രാവണിയേട്ടൻ കൂടി കടമനട്ടയുടെ ശില്പ സമുച്ചയം ഉണ്ടായല്ലോ, ആ ഉദ്ഘാടന സമയത്ത് ഞങ്ങൾ കവിയരങ്ങിന് പോരും, ഞാൻ രാവണിയേട്ടനും. അപ്പൊ അദ്ദേഹം കടമനട്ടാനെ പോലത്തെ ഒരാളെ നമുക്ക് അടുത്തിട്ട് ഞങ്ങളൊരു വേദിയിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അനുഭൂതിയാണ് അത്. ശരിക്കും ഭയങ്കര സന്തോഷമാണ് അത്. ശരി. കയ്യെഴുത്ത് മാസികയുടെ പ്രസാധകനായിരുന്നു ചെറുപ്പത്തിൽ. അത് വായനശാലയ്ക്ക് വേണ്ടിയിട്ടോ ക്ലബിനൊക്കെ വേണ്ടിയിട്ടോ കയ്യെഴുത്ത് മാസികകളൊക്കെ. അതെ, ഞങ്ങൾ ആദ്യം ധ്വനി എന്ന് പറഞ്ഞിട്ട് ഒരു കയ്യെഴുത്ത് മാസിക തുടങ്ങി. അതൊരു വർഷം എത്തുമ്പോഴേക്കും അപ്പോൾ ഞങ്ങൾക്കൊക്കെ എഴുതാനുള്ള പ്രചോദനം. പ്രത്യേകിച്ച് ഞാൻ അതിലൊക്കെ ഞാൻ എഴുതുമ്പോൾ വേറെ ആരുടെ പേരൊക്കെ വെച്ചാൽ ആദ്യം തുടങ്ങും. ചിലത് നമ്മുടെ പേരെന്നെ വെക്കും, മാറ്റർ തികയാണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യണതാണ്. അങ്ങനെ ചെയ്തൊരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇൻലൻഡ് മാസികകൾ പ്രചാരത്തിലായത്. ഇൻലൻഡ് മാസിക പ്രചാരത്തിലായപ്പോൾ ഞങ്ങൾ ഇൻലൻഡ് മാസിക തുടങ്ങി, രചന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ ആത്മാവൊരു സുഹൃത്തുണ്ട് ജോയി, ഞങ്ങളാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്യുക. ഞങ്ങളുടെ ക്ലബ്ബുണ്ട്, ഞങ്ങളുടെ ഒരു അമ്പിളിത്തിരി, അതിൻ്റെ പേരിലാണത് ഇറക്കിയിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര, ഇപ്പം എൻ്റെ ഒരു ജീവിതം നിർണ്ണയിക്കാൻ തന്നെ ഒരു കലാരംഗത്ത് സാഹിത്യരംഗത്തൊക്കെ ഉള്ളൊരു ജീവിതം, എൻ്റെ ചെറിയൊരു ജീവിതം ആയിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ടായി. കാരണം അതിൽ എഴുതിയിരുന്ന ആൾക്കാർ ഭയങ്കര ആൾക്കാരാണ്, പ്രഗത്ഭരായിരുന്നു. MT നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, വായിക്കാൻ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിന്ന പശങ്ങളുടേതാണ്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ശൈലിയിലുള്ള ഒരു കത്താണ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴത്. അതുപോലെ വൈലോപ്പിള്ള വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരു കത്ത് തരുമോ, രചനക്കാരാണ് പറഞ്ഞ ഒരുപാട് കത്തുകൾ ഇവിടെ തരാറുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ എഴുതിക്കൊള്ളാൻ പറയാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആളെ എഴുതി തരുന്നതൊക്കെ. ഞങ്ങൾ പേരും കടലാസൊന്നും കൊണ്ടുപോയിണ്ടായിരുന്നില്ല, രണ്ടും അദ്ദേഹം എടുത്തു തന്നു. പത്രാധിപന്മാരുടെ കയ്യിൽ പേരും കടലാസും ഇല്ല അല്ലേ, അതൊക്കെ ഭയങ്കര. അങ്ങനെ തുടങ്ങി. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം, ഹെഡിങ് എഴുതാൻ പറഞ്ഞു. 4-5 പേര് ചേർന്നാൽ ഒരു ചർച്ചാ യോഗമോ ഒക്കെ സംഘടിപ്പിക്കും. 5 പേര് ചേർന്നാൽ അതിലെ ആൾ കൂടെ ഒരു പത്രം ഇറക്കിക്കളയും. അക്കൂട്ടത്തിൽ ഒന്നാണ് രചന. ഞങ്ങൾ ആകെ ഞെട്ടി, ഞാൻ എന്താ പറയാൻ പോകുന്നത്, വൈലോപ്പിള്ളിയല്ല, ഒന്നും പറയാനും പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ചെറിയ വലിയ പുകഴ്പ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഇടം പിടിക്കാൻ പറ്റാത്തവർക്കുള്ള ഒരു കൈവഴികളാണോ? അതുപോലെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ, വായ്ത്താരി മനസ്സിലാക്കാൻ ഒരുപാട് വിഷമമുണ്ട്. ക്ഷമ മാത്രം പോരാ, മനഃശക്തി തന്നെ വേണേ. ഇതൊക്കെ ഞങ്ങൾ എഴുതി. അവസാനം പറഞ്ഞു, കക്കയും കോഴിയും കോലാഹലം കൂട്ടുന്നുണ്ടെന്ന് വെച്ച് അടയ്ക്കാ പക്ഷിയും ബുൾബുൾ പക്ഷിയും വെറുതെ ഇരിക്കണോ? അവർക്കും കൂടി അർഹതപ്പെട്ടതല്ലേ സൽഭാവങ്ങളായ ഈ പുത്തൻ പ്രഭാതങ്ങൾ. ഓടാ എങ്ങോട്ടിരുന്നല്ലേ വരണമെന്ന് വെച്ചാൽ അതെ, എങ്ങോട്ടൊരു ഓടുക. ആരെ പറഞ്ഞു? വൈലോപ്പിള്ളി. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യം. ബഷീറായിട്ട് വൈലോപ്പിള്ളി, കോവിലൻ 1-2 കത്ത് എനിക്ക് അയച്ചിരുന്നു. അതുപോലെ സച്ചിദാനന്ദ മാഷൊക്കെ ഇടയ്ക്കിടയ്ക്ക് രചനകളിൽ ഒരു ഇൻലൻഡിൻ്റെ വലിപ്പമുണ്ടാവും. ഇടയ്ക്ക് ഞങ്ങളത് വാർഷികത്തിന് ഞങ്ങൾ ബുക്കായിട്ട് ഒരു 10-100 പേജുള്ള പുസ്തകമായിട്ട് ഇറക്കി. അതിനിടയ്ക്ക് പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു ബുക്കായിട്ട് അത് ഇറക്കുകയും ചെയ്യും. ഒരു ചെറിയ പേജുള്ള ഒരു 10-25 പേജൊക്കെയുള്ള ചെറിയ പുസ്തകമായിട്ട് പല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പത്രാധിപര് എന്നുള്ളത് എന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് പറയാം. നമുക്ക് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നുന്നു കുഞ്ഞിപ്പെണ്ണ്, ഇന്നും ഏറെ പ്രശസ്തമായ ആ നാടൻ പാട്ടിൻ്റെ ആ വരികളൊന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടിയാലോ? ആവാലോ. സുഭാഷന് നമ്മളൊരുമിച്ച് തന്നെ പല വേദികളിലും പാടിയിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴൊക്കെ തന്നെ. ഇങ്ങനെയാണ് സുഭാഷൻ അറിയാലോ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചന്തേങ്ങ നിറമില്ലേലും
ചന്താമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും എന്നാലെന്തേ കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ ചന്തം തോന്നും എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആണൊരുത്തൻ വന്നില്ലല്ലോ.